മണിയണ്ട ഈ ഒത്തിരി പ്രോഗ്രാമായിട്ട് കേരളത്തിൽ മുഴുവനും സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. ജാതിപരമായോ അല്ലെങ്കിൽ കളറിൻ്റെ പേരിലോ അധിക്ഷേപങ്ങൾ നേരിട്ടിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ? അത് ഞാൻ ഇതിനു മുന്നേയൊക്കെ ഉള്ള ഇതിൽ പറഞ്ഞ അധിക്ഷേപം അപഗണന അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നേരിട്ടിട്ടുണ്ട്. നമുക്ക് പാട്ട് പാടാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള പാട്ട് പാടാൻ പറ്റൂല, അവർ നിയന്ത്രിക്കണം അങ്ങനെയുള്ളത്. പിന്നെയെന്ന് പറയുമ്പോൾ ഒരു സമിതിയിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യമാണ്. ആദ്യമൊക്കെ ഇറങ്ങിയ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഞാനൊരു തിരുവനന്തപുരത്ത് ഒരു സമിതി നിന്നപ്പം അതൊരു വല്ലാത്തൊരു എന്താ പറയുന്നത് ഒരവസ്ഥയായിരുന്നു. മാനസികമായി ഒരാളെ അവനെ അടിക്കാനോ വെട്ടാനോ കുത്താനോ പറ്റാതെ മാനസികമായി കൊല്ലുന്ന ഒരു ഇതുണ്ടല്ലോ. ഞാൻ ഇന്നും ഒരിടത്തും ആ കുട്ടിയുടെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാലും ഇതൊക്കെ സംഭവമൊക്കെ അറിഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തപ്പോഴത്തേക്കിനെ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു. എന്നാൽ അതൊരു വല്ലാത്ത പീഡനമാണ്. പീഡനം എന്ന് പറയുമ്പോഴത്തേക്ക് മാനസിക പീഡനം, ആദിവാസി എന്ന് വിളിക്കുക, അതിലുപരി നമ്മൾ സ്റ്റേജിൽ കൊണ്ട് വച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ കുടിക്കുന്നത് കൊണ്ട് കുടിക്കാതിരിക്കുക, മൈക്ക് മണപ്പിച്ച് നോക്കും, നാറ്റമാണ്, ഞാൻ എന്നെ വരെ നാറുന്നെന്ന് വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലൈവായിട്ട് കേട്ടിട്ടുണ്ട് എന്നെ വരെ. കാരണം വെച്ചാൽ ഒരാളെ മാനസികമായിട്ട് തകർക്കാൻ നോക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള അപഗണന. പിന്നെ വേദി വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു വിടുക. ഇവിടെ കോഴിക്കോട് നളന്തയെന്ന് പറഞ്ഞ ഒരു ആഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ദളിത് സംഘടന, നേരത്തെ ദളിത് സംഘടനയുടെ കാര്യം പറഞ്ഞു, അവന്മാരെല്ലാം കൂടെ എന്നെയും പന്തളം ബാലൻ പാട്ടുകാരൻ അവരെയൊക്കെ നമ്മളെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ച് നാട്ടിലിറങ്ങി പിരിവ് നടത്തി. ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി കോഴിക്കോട് ചെന്നപ്പോഴത്തേക്കും ഇല്ല വിളിക്കാത്തിടത്തില്ല കല്യാണത്തിന് പോകൂലേ, ആ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അവർക്ക് തിരിച്ചെന്നോട്. ദളിത് സംഘടനയാണേ എന്നെ വിളിച്ച് പറഞ്ഞാലോ? തന്നെ വിളിച്ച് പറഞ്ഞ്. അങ്ങനെ ഞാൻ ആ ഫംഗ്ഷൻ പങ്കെടുത്തില്ല. ഞാൻ അത് ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ച് എന്നിട്ട് ഞാൻ കുറച്ച് ഡയലോഗ് പറഞ്ഞിട്ടാണ് വന്നത്. ബഹിഷ്കരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഞാൻ നടന്ന് ഒരാളെ ഇപ്പം നമ്മളെ വിളിച്ച് നമുക്ക് ഫുഡായാലും റൂമായാലും ഒന്ന് ഫ്രഷ് ആവാനുള്ള നമ്മൾ യാത്ര ചെയ്തൊക്കെ വിടുപ്പരാവിലെ വരുന്നതാണ്. നേരം അതൊന്നും ചെയ്യാതെ ഞാൻ ഇല്ല വലിഞ്ഞു കയറി ചെല്ലുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്. നിങ്ങളത് പറയാനേ, ഞാൻ ഈ മുടി മുറിച്ചില്ലേ ബാല ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ എറണാകുളത്ത് കഴിഞ്ഞ ആഗസ്റ്റിന്, അതിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണണം. മൈക്ക് ഉണ്ടായിട്ട് പോലും അതിൻ്റെ പ്രസിഡൻറ്റ് അതിൻ്റെ വീഡിയോ ഇപ്പോഴും ഉണ്ട്. അവർ വിളിച്ചിട്ടാണല്ലോ വന്നത്. അവർ വിളിച്ച് എന്നെ ആദരിക്കാൻ വിളിച്ചു. ഞാൻ ആ വേളയിൽ വെച്ച് എൻ്റെ മുടി ഇതേപോലെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോൾ അവർ ചെയ്തു. അപ്പം മൈക്ക് ഉണ്ടായിട്ട് പോലും മൈക്കിൽ കൂടെ പോലും എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഇയാൾ മൂടും തിരിഞ്ഞ് നിന്നിട്ട് ഒരു ഫിലിം എന്തായാലും ഒരു സംഘടനയുടെ സെക്രട്ടറിയാണ്. എനിക്കെന്ത് വിഷമം വാവിട്ട് ചോദിച്ചാൽ 500 രൂപ തന്നു എനിക്ക് വണ്ടിക്കൂലിക്ക്. ഇവനൊക്കെയാണ് കുറേ കലാകാരന്മാരെ ഉദ്ധരിക്കാൻ നടക്കുന്നവന്മാരാണ് സംഘടന ഉണ്ടാക്കിയിട്ട്.